കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും പോളിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞത്. അവർ കുറച്ച് ഒബ്ജക്റ്റുകൾ വരച്ച് നോക്കാം. അത് വെച്ചിട്ട് കുറച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നര ഒബ്ജക്റ്റ് ഞാൻ കാണിച്ചു തരാം. അതേപോലെയൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഫസ്റ്റ് ഉദാഹരണത്തിന് ഒരു മോണിറ്റർ എങ്ങനെ വരയ്ക്കാൻ നോക്കാം. സിമ്പിളായിട്ട് ഒരു മോണിറ്റർ. അപ്പം അതിന് ഫ്രണ്ട് വീട് റെക്റ്റാങ്കിൾ എടുക്കുക. സാധാരണ റെക്റ്റാങ്കിൾ വരയ്ക്കുക. മോണിറ്ററിൻ്റെ സൈസ് കറക്റ്റ് കൊടുക്കണമെങ്കിൽ മോഡിഫൈ എന്നിട്ട് സൈസ് കറക്റ്റ് മാറ്റി കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് അതിനെ പേഴ്സ്പെക്റ്റീവ് എടുത്തു എക്സ്ട്രൂഡ് ചെയ്യാം. സാധാരണ എക്സ്ട്രൂഡ് ചെയ്യാൻ വേണ്ടി എത്ര വേണ്ടേ അത്ര ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിനെ ഏറ്റവും പോളിലേക്ക് മാറ്റി പോളികൾ എടുത്തു ഫ്രണ്ട് സെലക്ട് മോണിറ്ററിൻ്റെ ഫ്രണ്ട് ഇത് രൂപത്തിലാണ് വേണ്ടത്. ആ രൂപത്തിലേക്ക് മാറ്റാം. അപ്പോൾ സെലക്ട് ചെയ്തു, ഇൻസെറ്റ് ചെയ്തു. ചെറിയ ബോർഡർ കിട്ടാൻ വേണ്ടി ചെറിയ ഇൻസെറ്റ് കൊടുത്തു. ഓക്കെ കൊടുത്തു. ഉള്ളിലേക്ക് എക്സ്ട്രൂഡ് ചെയ്തു. ചെറുതായിട്ട് ഉള്ളിലേക്ക് എക്സ്ട്രൂഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഫ്രണ്ട് ഓക്കെ. ഇനി അതേപോലെ എന്ത് ചെയ്യുക, ബാക്ക് സെലക്ട് ചെയ്യുക. നമുക്ക് ബെവലെടുത്തു, ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് കുറച്ചെടുത്തു. അങ്ങനെ വേണ്ടിയിട്ട് കൊടുക്കുക. വീണ്ടും ഒന്ന് എക്സ്ട്രൂഡ് ചെയ്തു. ബാക്ക് നമുക്ക് ഏത് മോഡലിൽ പല മോഡൽ ഉണ്ടാവല്ലോ, ഏത് മോഡലിലേക്ക് മാറ്റാം. വീണ്ടും ബെവൽ ചെയ്തു. ബെവല് എക്സ്ട്രൂഡ് ബെവൽ. അപ്പോൾ ഇങ്ങനെ ഇനി കാല് വരയ്ക്കണം. കാല് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ സെൻറ്ററിൽ പോർഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിലെ സെലക്ഷൻ വരിക. നമുക്ക് സെൻറ്റർ ചെറിയൊരു പോർഷൻ മാത്രം മതി. അതിൻ്റെ പുതിയ ലൈന് ക്രിയേറ്റ് ചെയ്യാം. അത് സെലക്ട് ചെയ്തിട്ട് കണക്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിൽ 2 ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് കറക്റ്റ് ഇപ്പോൾ സൈഡ് ഇട്ട് കൊടുത്താൽ ഒരു സൈഡിലേക്ക് മൂവ് ആവുക ചെയ്യാം. അപ്പോൾ സൈഡിൽ വേണ്ട സെൻറ്ററിൽ പിഞ്ച് ഉണ്ട്. പിഞ്ച് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കറക്റ്റ് റെഡി ആക്കിയിട്ട് പോക്കറ്റ്. ഇനി പോളികെടുത്തു, വീണ്ടും സെലക്ട് ചെയ്യുക. സെൻറ്ററത്തെ പോർഷൻ സെലക്ട് ചെയ്തു, ലെഫ്റ്റ് വീണ്ടും എക്സ്ട്രൂഡ് ചെയ്യാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രൂഡ് ഇട്ട് കൊടുത്തു. നമുക്ക് എത്ര വേണമെന്ന് അപ്ലൈ ഇട്ട് കൊടുക്കുക. സെക്കൻഡ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. നമുക്കിത് അടിയിൽ ഇത്ര വേണ്ട കുറക്കെങ്കിലും ചെയ്യാം. മൂട്ട് വിളിച്ച് ഇങ്ങനെ കുറക്കുക ചെയ്യാം. വീണ്ടും പേഴ്സ്പെക്റ്റീവ് എടുത്തു. വേണമെങ്കിൽ പോളികൾ എടുത്തിട്ട് ലാസ്റ്റ് എടുത്ത് അടിയത്തെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ മൊത്തത്തിൽ ഇങ്ങനെ സെലക്ട് ചെയ്യാം. അതിനെ എക്സ്ട്രൂഡ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ലോക്കൽ നോർമലിനാക്കുക. നമുക്ക് എത്ര വേണമെങ്കിൽ ഇട്ട് കൊടുത്തു. പോക്കറ്റ് കൊടുത്തു. ഫ്രണ്ടിലത്തെ പോർഷൻ മാത്രം സെലക്ട് ചെയ്ത് പതുക്കെ മൂവ് ചെയ്തു. ഈ എഡ്ജൊക്കെ കർവ് സൈഡ് കർവ് ആക്കണമെങ്കിൽ എഡ്ജ് ഇങ്ങനെ സെലക്ട് ചെയ്തു. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ചാംഫർ ഇട്ട് കൊടുക്കുക. അതിൽ ചാംഫർ എമൗണ്ട് അങ്ങനെ ഇങ്ങനെ വേണ്ട എത്ര എമൗണ്ട് വേണ്ട ഇട്ട് കൊടുക്കുക. അതിൻ്റെ സെഗ്മെൻറ്റ് കൂട്ടി കൊടുക്കുക. ഓക്കെ ഇട്ട് കൊടുത്തു. വീണ്ടും ലെഫ്റ്റ് വീല് കാല് വളക്കണമെങ്കിൽ ലെഫ്റ്റ് വീ ഇട്ടു. വെർട്ടെക്സ് മൊത്തത്തിലല്ല, ഈ കാലുമ്പത്തെ വെർട്ടെക്സ് മാത്രം സെലക്ട് ചെയ്യുക. പതുക്കെ മൂവ് ചെയ്യുക ചെറുതായിട്ട്. അപ്പോൾ അത് മാത്രം പുറത്ത് ക്ലിക്ക് ചെയ്ത് ഇനി മാറ്റ് വേണ്ട ഓരോ സെക്ഷൻ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഇനി അടുത്ത് ഒഴിവാക്കുക. ഒഴിവാക്കി ഇങ്ങനെ പതുക്കെ വളർച്ചിങ്ങനെ കൊണ്ടുവരും. ഈ പേഴ്സ്പെക്റ്റീവ് എടുത്തിട്ട് അല്ല സിമ്പിളായിട്ട് മോണിറ്റർ ആയി കഴിഞ്ഞു. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കളറൊക്കെ ബ്ലാക്ക് കളർ ഇട്ട് ബാക്ക് ഇട്ട് കൊടുത്താൽ ശരിക്കും നമുക്ക് മോണിറ്റർ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇതൊരു ഒബ്ജക്റ്റ്. അടുത്ത നെക്സ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ ഒക്കെ ഉണ്ടല്ലോ, സ്ക്രൂ തിരിക്കാണ്. ഇങ്ങനെ വരച്ച് നോക്കാം. ഒരു ഫ്രണ്ട് വിട്ടു, ഒരു സർക്കിൾ വരച്ചു. മോഡിഫൈ വരിക, എക്സ്ട്രൂഡ് ചെയ്യാണ്. പേഴ്സ്പെക്റ്റീവ് കാണാൻ വേണ്ടി പേഴ്സ്പെക്റ്റീവ് ഇട്ടു, എക്സ്ട്രൂഡ് എമൗണ്ട് കൂട്ടി കൊടുത്തു. ഇതിനെ എഡിറ്റബിൾ പോളിയാക്കി മാറ്റി. പോളികെടുത്തു, സെലക്ട് ചെയ്തു, ബെവൽ ചെയ്തു. ബെവൽ ഇട്ടു. വീണ്ടും എക്സ്ട്രൂഡ് ചെയ്യുക. വീണ്ടും ബെവൽ ചെയ്തു. വീണ്ടും ഇൻസെറ്റ് ചെയ്തു. ഇൻസെറ്റ് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. പോക്കറ്റ് കൊടുക്കുക. എക്സ്ട്രൂഡ് ചെയ്തു. നേരെ എത്ര നമുക്ക് വേണ്ടതെന്ന് കൂട്ടി കൊടുക്കുക. പോക്കറ്റ് കൊടുത്തു. ഇവിടെ നമുക്ക് കുറിപ്പാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സെറ്റ് രൂപത്തിലേക്ക് മാറ്റണമെങ്കിൽ ഒരു ബോക്സ് എടുക്കാം. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ കട്ട് ചെയ്യാൻ ബോക്സ് എടുക്കാം. ടോപ്പ് ഇട്ട് ചെയ്യാൻ വയർ ഫ്രെയിം ഇത് കാണാൻ പറ്റും. ഞാൻ കൊടുത്ത് വെച്ചെടുത്തു. ടോപ്പ് ലെവലാക്കി ലെഫ്റ്റ് വി എടുത്തു. ലെഫ്റ്റ് എടുത്തിട്ട് എന്തെങ്കിലും മൂവ് ചെയ്തിട്ട് റൊട്ടേഷൻ ചെയ്യുക. ചെറുതായിട്ട് ഇങ്ങനെ ചിരിക്കുക. വീണ്ടും മൂട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇങ്ങനെ ചെയ്യുക. ഈ മിറർ ചെയ്യാണ്. കോപ്പി ഇട്ട് കൊടുത്തു, ഓക്കെ ഇട്ട് കൊടുക്കുക. നേരെ എത്ര വേണം ഇട്ട് കൊടുക്കുക.
ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, കോമോഡിലേക്ക് വരിക, പ്രോബിളിൽ ക്ലിക്ക് ചെയ്യുക, സ്റ്റാർട്ട് പിക്കിങ് കൊടുത്ത് നേരെ ക്ലിക്ക് ചെയ്യുക. ഇനി പെർസ്പെക്റ്റീവ് എടുത്തു, വയർ ഫ്രെയിം ഓഫ് ചെയ്തു. ഇനി അവന് ഇതിന് ബാക്ക് വശം എടുത്തത് ഒന്ന് ഏറ്റവും പോളി ആക്കിയാൽ മതി. പോളിക്ക് എടുത്തിട്ട് അതിൻ്റെ ബാക്ക് വശം സെലക്ട് ചെയ്യാണ്, ഒന്ന് ബെവൽ ചെയ്തു. അപ്പോൾ സിമ്പിളായിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ വരച്ചു. ഇങ്ങനെ നമുക്ക് പല ഒബ്ജക്റ്റുകളും നമുക്ക് എന്ത് ചെയ്യാൻ വരക്കാൻ പറ്റും, ഓരോ ഒബ്ജക്റ്റുകളും നമുക്ക് വരക്കാൻ പറ്റും. പല പല ഏത് ടൈപ്പ് ഒബ്ജക്റ്റ് നമുക്ക് വരക്കാൻ പറ്റും. അതൊക്കെ എന്ത് ചെയ്യാൻ കറക്റ്റ് ഇങ്ങനെ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ വീഡിയോ ലെങ്ത് കൂടണ്ട വെച്ചിട്ടാണ് അടുത്ത ക്ലാസ്സിൽ ഒന്നിട്ട് മോഡൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇത് 100% നിങ്ങൾ ക്ലിയർ ആക്കുക.